ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി.എം.ശ്രീ പദ്ധതിയിൽ പങ്കാളികളാകാനുള്ള ധാരണാപത്രം സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതോടെ ഇടതുമുന്നണിയിലെ ഭിന്നത രൂക്ഷമാകുന്നു. സർക്കാർ നീക്കത്തിൽ കടുത്ത അതൃപ്തിയുമായി CPI രംഗത്തെത്തി. ഗോളി തന്നെ സെൽഫ് ഗോളടിക്കുന്ന സാഹചര്യമാണുള്ളതെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം P. സന്തോഷ് കുമാർ MP പറഞ്ഞു. തലയിൽ മുണ്ടിട്ടുപോയി ആരെങ്കിലും ഒപ്പിടുന്നുണ്ടെങ്കിൽ അവരാണ് പ്രതികരിക്കേണ്ടതെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ ഉത്തരം പറയാനാകുക പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിക്കായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പി.എം.ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചുവെന്ന വിവരം അറിയുന്നത് മാധ്യമങ്ങളിൽ കൂടിയാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ പദ്ധതിയിൽ ഒപ്പിടാതിരുന്നത് നിലപാടുകളിൽ ഊന്നി നടന്നതിനാലാണ്. വിഷയത്തിൽ പ്രതികരിക്കേണ്ടത് ബന്ധപ്പെട്ട മന്ത്രിയാണ്. പദ്ധതിയെ എതിർക്കുന്നു എന്നത് ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ്, P. സന്തോഷ് കുമാർ MP പറഞ്ഞു. മുന്നണി മര്യാദകളുടെ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്ന് പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറവും ഇപ്പുറവും കൂട്ടിച്ചേർക്കുന്നില്ല. ഇന്ന് CPI നേതൃയോഗം ചേരുന്നുണ്ട്. യോഗത്തിൽ വിഷയം ചർച്ചയാകും. ഇടതുപക്ഷം എന്നത് നയിക്കുന്ന നേതാക്കന്മാരും സംഘടനാ സംവിധാനവും മാത്രമല്ല, ഒരു വലിയ അവബോധം കൂടിയാണ്. അവരെല്ലാം എതിർക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. വർഷങ്ങളോളം അനുഭവ സമ്പത്തുള്ള MA ബേബിയെപ്പോലൊരു നേതാവിനോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ കൂടുതൽ വ്യക്തമാകും. ഗോൾഡ് മാർക്കറ്റിൽ CPM ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് അന്വേഷിച്ചാൽ മതി. മത്സരത്തിൽ ഗോളി തന്നെ സെൽഫ് ഗോളടിക്കാൻ തീരുമാനിച്ചാൽ എന്തു ചെയ്യാൻ പറ്റും? ഗോളി തന്നെ സെൽഫ് ഗോളടിക്കുന്ന സാഹചര്യം അപ്രതീക്ഷിതമാണ്. CPIയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണ് കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുക. അധ്യാപകരും അധ്യാപക സംഘടനകളും വിദഗ്ധരടക്കമുള്ളവരുമായി ഇന്ത്യയിലെ ഇടതുപക്ഷം ആലോചിച്ചെടുത്ത നിലപാടാണ്. മാധ്യമ വാർത്ത അനുസരിച്ച് തലയിൽ മുണ്ടിട്ടുപോയി ഒപ്പിട്ടുവെന്നാണ് പറയുന്നത്. അങ്ങനെ പോയി ആരെങ്കിലും ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അവരോട് പ്രതികരണം തേടണം. CPIയുടെ കൃത്യമായ നിലപാട് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കൂട്ടായ്മയാണ്. 11 ഘടകകക്ഷികൾ അതിനകത്തുണ്ട്. പരസ്പരം മാനിക്കുന്നവരാണ് ഘടകകക്ഷികൾ. അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.